ഇന്ന് നമുക്ക് 1 കിലോ കരൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ലീല ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് കരൾ കറക്റ്റിനൊന്ന് മുറിച്ചെടുക്കാം. കരൾ വേവിച്ചെടുത്ത് അതിൻ്റെ വെള്ളം ഊറ്റിയെടുക്കുവാണെങ്കിൽ ജീരകവും കുരുമുളകും 1-2 ഏലക്കായും ഒക്കെ പൊടിച്ചിട്ട് കുടിക്കുവാണെങ്കിൽ ചുമയ്ക്ക് നല്ല ആശ്വാസം കിട്ടും. ഇവിടെ കരൾ നുറുക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകി വാരിയെടുക്കാം. നമ്മുടെ കരളൊക്കെ കഴുകി വാരി എടുത്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കിനി ഒരു വത്തൽമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് വറ്റൽമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് മതി. ഇനി നമുക്ക് ഇതിനെ തീ കത്തിച്ച് അടുപ്പായിട്ട് വെക്കാം. മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് കരൾ വേകാൻ 1 മണിക്കൂറെങ്കിലും എടുക്കും. നന്നായിട്ട് വെന്ത് വരാൻ 1 മണിക്കൂറെങ്കിലും എടുക്കും. അപ്പോൾ ഇതവിടെ ഇരുന്ന് നല്ലപോലെ വേകട്ടെ. അപ്പോഴത്തേക്കും നമുക്കിതിന് വേണ്ടി സാധനങ്ങളൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. നമുക്കതൊന്ന് മൂടി വെക്കാം. നമുക്ക് നമ്മുടെ കരൾ വെന്തോന്നൊന്ന് മൂടി തുറന്ന് നോക്കാം. നമ്മുടെ കരളൊക്കെ ലേശം വെന്ത് റെഡി ആയിട്ടുണ്ട്. ലേശം കൂടെ പറ്റാനുണ്ട്. നമുക്കൊരു 2 മിനിറ്റ് കൂടെ വെക്കാം. നമ്മുടെ കരൾ ഫ്രൈക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 സ്പൂണ് കുരുമുളക്, 3 ഏലക്കായ, 2 ഗ്രാമ്പൂവ്, 1/2 സ്പൂണ് ജീരകം, 1 സ്പൂണ് പെരിഞ്ജീരകം. ഇത്ര സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം. കണ്ടമാനം പൊടിയണ്ട, ഇത് നല്ലപോലെ ചതഞ്ഞാൽ മതി. അത് കുരുമുളക് ഇടാം. കറുവാപ്പട്ടയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ല കണ്ടമാനം പൊടിഞ്ഞു പോകണ്ട, ഒരുമാതിരി നല്ലപോലെ പൊടിഞ്ഞാൽ മതി. അതുകൊണ്ടാണ് മിക്സി പൊടിക്കാത്തത്. പിന്നെ മിക്സി വേണേലും പൊടിച്ച് ചേർക്കാം. ഏലക്കായി ഇച്ചിരി നേരം ഇതിനകത്തിട്ടൊന്ന് ഇടിച്ച് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഇരുമ്പ് ചീനിച്ചട്ടി നമ്മൾ അടുപ്പായി വെച്ചിട്ടുണ്ട്. ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം.
എരിവ് ഇച്ചിരി വേണമെന്നുള്ളവർക്ക് ഇച്ചിരി പത്തലമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അരപ്പ് ഇത് പൊടിയെല്ലാം ചൂടായിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് ഇറച്ചി ഇത് കരൾ ഇട്ട് കൊടുക്കാം. പിന്നെ നല്ല സവോള, ഉള്ളിയോ ഇഞ്ചി, കരിവേപ്പിലയോ വെളുത്തുള്ളി ഒക്കെ ഇട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷെ കരളിന് അതിൻ്റേതായ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഇത്രയും പൊടികൾ മാത്രം ചേർത്ത് ഉണ്ടാക്കിയാൽ മതി. ഇനി നമുക്കിതിന് കടുക് മൂപ്പിച്ചൊഴിക്കാനുള്ള സാധനങ്ങളും കൂടെ എടുക്കാം. ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2-3 മുളക്, വറ്റൽ മുളകും കൂടെ നമുക്ക് മുറിച്ചെടുക്കാം. കറിവേപ്പിലയും കൂടെ കോരിയെടുക്കാം. നമുക്ക് എണ്ണച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ട് കടുക് മൂപ്പിക്കാം. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ല ചൂടാകട്ടെ. മുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇങ്ങനെ കരൾ ഫ്രൈ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.